ഹായ് ഹലോ വെൽക്കം ടു ഇവാൻ ആദം വ്ലോഗ്സ്. വെൽക്കം ടു ധോണി. അപ്പോൾ ധോണി നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടാകും. അതിന് മുന്നേ നമ്മൾ ധോണിയുടെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്ലേസ് പാലക്കാട്ടിലെ പ്ലേസാണ്. അപ്പോൾ നമ്മളിന്ന് നാട്ടിലേക്ക് വന്നേക്കാണ്. ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെയാണ്. പക്ഷെ നല്ല കത്തി നിൽപ്പുണ്ട് സൂര്യൻ ഇവിടെ. ഇവിടെ ധോണി ഫാം ഉണ്ട്, ധോണി വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷേ നമുക്കത് ഇന്ന് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല. പക്ഷെ ഇന്നലെ ഞാൻ ലീഡ് ഫാമിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ലീഡ് ഫാം നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ വട്ട ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ ഫുഡ് കഴിച്ചു, അതിൻ്റെ റെസിപ്പീസ് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അതൊക്കെ ഇടാമെന്ന് കരുതിയിട്ട് ഈ ഒരു ഡേ അങ്ങനെ കവർ ചെയ്യാണ്. നമ്മുടെ ഹാച്ചി, ഇവൻ്റെ പേര് ഹാച്ചി എന്നാണ്. ഹാച്ചിക്കുട്ടൻ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, വല്ലപ്പോഴും കാണുന്നെങ്കിൽ അവന് അടുത്ത് പ്രശ്നമൊന്നുമില്ല. അതുവിനും തീരെ പേടിയൊന്നുമില്ല അവന്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തുടങ്ങാം. ബൈ. 88-ാം ദിവസം രാവിലെ 8 മണി. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങുകയാണ്. ഇഡലിയും ചമ്മന്തി, അതായിരുന്നു ഇന്നത്തെ ദിവസം. എനിക്ക് യൂഷ്വലി ഇഡലി അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇന്ന് ഞാൻ ശരിക്കും ആക്ച്വലി വയറ് നിറച്ച് നല്ലോണം തന്നെ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ചപ്പാത്തി മുട്ടക്കറിയും കൂടി ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിന്ന് കട്ടൻ കാപ്പിയാണ്. സാധാരണ പാൽ കാപ്പിയാണ് അല്ലെങ്കിൽ പാൽ ചായയാണ്, പക്ഷേ ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ കട്ടൻ കാപ്പിയായിരുന്നു. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. രാവിലെ 11:30. എന്തായാലും ഉച്ചക്കത്തേക്ക് നമ്മൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ഗ്യാസ് ഉണ്ടെങ്കിലും എന്താണെങ്കിലും അടുപ്പ് കത്തിക്കുന്നത് ഒരു വീടിൻ്റെ ഐശ്വര്യമാണെന്നാണ് എൻ്റെ അമ്മയുടെ പക്ഷം. അതെനിക്ക് തോന്നുകയും ചെയ്തു. നമ്മുടെ വീട്ടിൽ ആ തീ കത്തുക, അല്ലെങ്കിൽ ഈ അഗ്നി എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളും അല്ലെങ്കിൽ ശുദ്ധി വരുത്തുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ വീട്ടിൽ അടുപ്പ് കത്തിക്കുന്ന ഒരു പ്രത്യേക ഐശ്വര്യം തന്നെ കേട്ടോ. അങ്ങനെ അതിലാണ് നമ്മളിന്ന് ബീഫ് ഞാൻ ചിക്കനാണ് യൂഷ്വലി കൂട്ടാറ്, പക്ഷേ ഇപ്രാവശ്യം ബീഫാണ് വാങ്ങിച്ചേക്കുന്നത്. ഇനി ഈ സമയം കൊണ്ട് ആക്ച്വലി നമ്മൾ ഇവയുടെ തലയിൽ എണ്ണ തൊടാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഇവിടെ തോടടുത്തുണ്ട്, അതിൽ കുളിക്കാൻ പോകാം എന്ന് പറഞ്ഞ് ആ വ്യാജേനയാണ് ഇപ്പോൾ അവളെ കുളിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇനി ആ സമയം കൊണ്ട് അവിടെ ബീഫിൻ്റെ അടുത്തേക്ക് ബാക്കി പോകണം. അവിടെ എന്തായോ എന്തോ. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ മമ്മി ഇരുന്നിട്ട് ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇന്ന് അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് ചോറും ഈ ബീഫ് കറിയും ബീഫ് അച്ചാറും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പാവയ്ക്ക മെഴുക്കുവരട്ടി. ഈ പാവയ്ക്ക മെഴുക്കുവരട്ടി സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒട്ടും കയ്പുണ്ടാവില്ല. പാവയ്ക്ക തീരെ കൂട്ടാത്തവർ പോലും ഇത് കൂട്ടും എന്നുള്ളതാണ്. എന്തായാലും ലഞ്ച് പൊളിയായിരുന്നു. പപ്പടവും കൂടെ ആയപ്പോൾ അത് നിറഞ്ഞു. ഇതിൻ്റെ കൂട്ടത്തിൽ പായസവും കൂടി ഉണ്ടായിരുന്നു. ഇത് വല്ലപ്പോഴും വീട്ടിൽ വരുന്നവർക്കറിയാം, നമ്മൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര കൺസെൻട്രേഷൻ ആയിരിക്കും. ഇന്ന് എനിക്കതുണ്ട്. 2 ദിവസം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കില്ല. വൈകിട്ട് 3:40. 6 hours സ്നാക്ക് ടൈം. അപ്പോൾ പിള്ളേർക്ക് എന്ത് കൊടുക്കും? പിള്ളേർക്ക് പ്രത്യേകിച്ച് ഒരു ഇതിനോടും താല്പര്യമൊന്നുമില്ല. പിന്നെ ഇത് പേരിനുണ്ടാക്കുക എന്ന് മാത്രം. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് പഴംപൊരി ഭയങ്കര നൈസായിരിക്കണം. അതായത് തീരെ കട്ടി പാടില്ല ആ പഴത്തിന്. അപ്പം അത്രയും നൈസാക്കിയിട്ടാണ് അതൊന്ന് അരിഞ്ഞു നോക്കുന്നത് കേട്ടോ. 88-ാം ദിവസം രാത്രി 7:15. ഈ സമയം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറേ ഹാൻഡ്സൊക്കെ ഇപ്പുറത്തൊക്കെ വരുന്നുണ്ട്. കാരണം അവിടെ കുട്ടികളുടെ അലർച്ചയും ബഹളമൊക്കെ കേൾക്കാം. അപ്പം അതിനിടയ്ക്ക് അവരിങ്ങോട്ട് കൊണ്ടുവന്നാലേ ഒന്ന് അനുനയിപ്പിക്കാൻ പറ്റൂ. പക്ഷേ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയിട്ടും ഇറ്റ് വാസ് ഗുഡ്. സാധാരണ ഗോതമ്പ് പൊടിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ മൈദ അല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഈ എണ്ണയിൽ ഇതിട്ട് തിളയ്ക്കുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറയ്ക്കും. ഇങ്ങനെ ആ ഒരു തിള സൗണ്ട് കേൾക്കുമ്പോൾ ഇത് വരണം, വറുക്കുമ്പോൾ അല്ലെങ്കിൽ ശരിയാവില്ല. ഇനി ആ ചായയും കൂടെ തിളപ്പിച്ച ഇറ്റ്സ് കംപ്ലീറ്റ്. ചായയും പഴംപൊരിയും. എൻ്റെ ഫേവറേറ്റ് സ്നാക്ക് പഴംപൊരിയാണ്. പക്ഷെ പഴംപൊരി ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരെ എനിക്കറിയാം. പഴംപൊരി ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഉഴുന്നുവടയായിരിക്കും ഇഷ്ടം. അതെന്താണെന്നറിയില്ല, അങ്ങനെ ഒരു കോംബോയാണ് പൊതുവേ കണ്ടുവരുന്നത്. നമുക്ക് ചായ കുടിച്ചാലോ? ദിവസം രാത്രി 7:15. സോ ഡിന്നറോടുകൂടി നമ്മൾ ബൈ ബൈ പറയാണ്. തേങ്ങയിട്ട കഞ്ഞിയും ബീഫ് അച്ചാറും ബീഫ്. സോ ഗുഡ് നൈറ്റ്, ബൈ.